ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. 4 പ്രധാന കാര്യങ്ങളാണ് യബ്ബേസ് പ്രാർത്ഥിച്ചത്. 1 അനുഗ്രഹം, 2 വിശാലത, 3 ദൈവിക സാന്നിധ്യം, 4 ദൈവിക സംരക്ഷണം. അനുഗ്രഹവും വിശാലതയും സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന കഴിവുള്ള സർവശക്തനായ കനാന്യരുടെ ബാലിനേക്കാളും അശേരയേക്കാളും ശക്തനായ ഒരു ദൈവം ഈ കനാനിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് യബ്ബേസിനറിയാം. അത് തൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബിൻ്റെ ദൈവമായ യഹ്വേ യഹോവ തന്നെയാണ് എന്നവൻ ഉറപ്പുണ്ട്. കാരണം യാക്കോബിൻ്റെ ചരിത്രവും അവന് ദൈവത്താൽ ഉണ്ടായ അനുഗ്രഹവും നന്നായി അറിയാവുന്ന വ്യക്തിയാണ് താൻ. യാക്കോബ്, അത് ഇസ്രായേൽ, എല്ലാം ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒന്നും അല്ലാതായി തീർന്നിട്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്ന വ്യക്തി. തന്നെ കൊല്ലാൻ ശ്രമിച്ച സ്വന്തം സഹോദരനിൽ നിന്നും അമ്മാവിയപ്പനിൽ നിന്നും ദൈവം യാക്കോബിനെ രക്ഷിച്ചത് വിശ്വസിക്കാൻ കഴിയാത്തത്ര അത്ഭുതാവഹമായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നുമല്ലാത്തവനായി കല്ല് തലയിണ വെച്ച് കിടന്നുറങ്ങിയ തന്നെ കുടുംബവും തലമുറകളും സ്വത്തും സമ്പാദ്യങ്ങളും ഉള്ളവനാക്കിയത്, അവന് വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും കൊടുത്ത് അത് നിറവേറ്റിയതും യബ്ബേസിൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബിൻ്റെ ദൈവം തന്നെയാണ്. വെറും ആട്ടിടയനായി ഒതുങ്ങിത്തീരേണ്ട യാക്കോബിനെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടമയും യജമാനനുമൊക്കെ ആക്കി മാറ്റിയത് പിതാക്കന്മാരുടെ ഈ ദൈവം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം മുതൽ 36-ാം അധ്യായം വരെയൊക്കെ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ കൂടെ ഇരുന്ന, അവനെ ഞെരുക്കങ്ങളിൽ നിന്നും വിശാലതകളിലേക്ക് കൊണ്ടുവന്ന, മരണത്തിൻ്റെ കരുത്തുള്ള കരങ്ങളിൽ നിന്നും തന്നെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ, ഒന്നുമില്ലായ്മയിൽ നിന്നും 2 സമൂഹമായി മാറാൻ കഴിയുന്ന കൂട്ടമായി, ഭവനമായി, ഗോത്രമായി യാക്കോബിനെ ഉയർത്തിയ അവൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തോടല്ലാതെ വേറെ ആരോട് വേണം യബ്ബേസ് പ്രാർത്ഥിക്കാൻ? താൻ ചോദിച്ചതൊക്കെ തൻ്റെ പിതാവിന് ചെയ്തു കൊടുത്ത ചരിത്രം കൃത്യമായി കണ്ണിന് മുമ്പിൽ കിടക്കുന്ന യബ്ബേസിന് ഉറപ്പുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തിന്, അഥവാ യാക്കോബിൻ്റെ ദൈവത്തിന് മാത്രമേ തൻ്റെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയൂ.